സൈമാറ്റിക് ഓഡിയോ ഇൻ്റർഫേസ്. ഇത് എങ്ങനെ റൂട്ട് ചെയ്യാം? ഇത് നമുക്ക് 24 ഇൻപുട്ടും 24 ഔട്ട്പുട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ സെപ്പറേറ്റ് മൾട്ടി ട്രാക്ക് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ മൊത്തം വരുന്നത് ഡി സബ് കണക്ടറാണ്. അതായത് 1 to 8 ഇൻപുട്ടും അതിൻ്റെ തൊട്ട് താഴത്തെ പോർട്ട് 1 to 8 ഔട്ട്പുട്ട്. അതുപോലെ 24 വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും സ്ലോട്ട് ഇങ്ങനെയാണ്, ഡി സബ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിസ്റ്റത്തിൽ കിട്ടാൻ വേണ്ടി നമ്മളിതിൽ ഡ്രൈവർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ ഡ്രൈവർ കാണാം. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ എടുക്കുക നമ്മൾ. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ വരുന്നത്, യൂട്രാക്ക് സൈമാറ്റിക് ഓഡിയോ യൂട്രാക്ക്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി കാണിച്ചതാണത്. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ സോഫ്റ്റ്വെയർ ഞാനിതിൻ്റെ അകത്ത് എടുത്തത് റീപ്പറാണ്. റീപ്പർ. അപ്പോൾ റീപ്പറിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻ പ്രിഫറൻസ്, ഇതിൻ്റെ അകത്ത് നമ്മളെ ഓഡിയോ സിസ്റ്റം എപ്പോഴും AC ആയിരിക്കും. വിൻഡോസ് ആണെങ്കിൽ ഇതിൻ്റെ AC ആണ്. പിന്നെ നമ്മൾ ഡ്രൈവർ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവർ യൂട്രാക്ക് 24 USB AC ഡ്രൈവർ, അതിവിടെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഇൻപുട്ട് ഫസ്റ്റ് ചാനൽ 1 ആണ്, ലാസ്റ്റ് 24. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റാർട്ടിങ് 1, ഔട്ട്പുട്ട് 1, ലാസ്റ്റ് ചാനൽ 24. ഇത്രയാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ നമ്മൾ മുമ്പ് കാണിച്ച പോലെ തന്നെ നമ്മളിവിടെ ട്രാക്ക് നോർമലി സാധാ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുക. അതായത് ട്രാക്ക് ഇൻസേർട്ട് മൾട്ടിപ്പിൾ ട്രാക്ക്. ഇവിടെ എത്രയാണോ വേണ്ടത്, 24 ഇൻപുട്ടുള്ളത്. അതുകൊണ്ട് ഓൾറെഡി ട്രാക്ക് ഞാനിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 24 കൊടുക്കുന്നു, ഓക്കെ കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി അസൈൻ ചെയ്തുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മൾ 24 ട്രാക്ക്. ഇനി നമ്മുടെ വ്യൂവിൽ പോകുന്നു, റൂട്ടിംഗ് മാട്രിക്സ്. ഇതാ റൂട്ടിംഗ് മാട്രിക്സ് പൂർണ്ണമായിട്ട് കാണാം. ഇതാണ് ഞാൻ റൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് യൂട്രാക്ക് ചാനൽ 1 ഇൻപുട്ട് അത് ചാനൽ 1 ഔട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് 1 മുതൽ 24 വരെയുള്ള ഇൻപുട്ട്, 1 മുതൽ ഔട്ട്പുട്ട് 24 വരെ നമ്മളങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ വ്യൂ മിക്സർ ആകുന്നു, നമുക്ക് ഇൻപുട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കൊടുത്തത് ചാനൽ നമ്പർ 2, ഈ സ്നേക്കിൻ്റെ ചാനൽ നമ്പർ 2 ആണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചാനൽ നമ്പർ 2 ആണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്പീക്കറിലേക്ക് കൊടുത്തത് ഇതിൻ്റെ ചാനൽ നമ്പർ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പാച്ചിങ് സെക്ഷനിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് സിസ്റ്റം നമ്മൾ സൈമാറ്റിക് ഓഡിയോൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് USB കേബിളാണ്. അതൊന്ന് കാണിച്ചു തരാം. അത് USB കേബിളാണ്. USB ഔട്ട്. ഈ USB ഔട്ടാണ് നമ്മൾ നേരെ സിസ്റ്റത്തിൽ USB ആയിട്ട് ഇന്ന് കൊടുത്തത്. ഈ നെറ്റ്വർക്ക് കേബിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓഡിയോ സിഗ്നൽ ചെക്ക് ചെയ്യാം. ഇത് ചാനൽ നമ്പർ 2 കൊടുത്തത്. ഇതാ നമുക്കിവിടെ നമ്മുടെ റീപ്പറിൻ്റെ ഇൻപുട്ട് ചാനൽ നമ്പർ 2 അവിടെ സിഗ്നൽ വരുന്നുണ്ടോ നോക്കാം. ഇതാ നമ്മുടെ സിഗ്നൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്പീക്കറിലും നമുക്കത് കേൾക്കാം. ഇത്രയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ബാക്കി പിന്നെ പാച്ചിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഇൻപുട്ട് നമുക്ക് എത്തിക്കിട്ടി. ഇപ്പോൾ 24 ചാനൽ ഇൻപുട്ട്, അതുപോലെ 24 ചാനൽ ഔട്ട്പുട്ട് നമുക്ക് ഇതുവഴി എടുക്കും.